നമസ്കാരം. അതിവേഗ വാർത്തയിലേക്ക് സ്വാഗതം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ തിരക്ക്. പുലർച്ചെ 2:45 മുതൽ 3:45 വരെയാണ് ക്ഷേത്ര ശ്രീകോവിലിനുള്ളിലും നമസ്കാര മണ്ഡപത്തിലും കണി കാണാൻ ഭക്തർക്ക് അവസരം ലഭിച്ചത്. മേൽശാന്തി കവപ്രമാറത്ത് അച്യുതൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലാണ് പുലർച്ചെ 2-ന് ക്ഷേത്രത്തിൽ കണിയൊരുക്കിയത്. വിശ്വാശംസകൾ നേർന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഐശ്വര്യത്തിന്റെ, സമാധാനത്തിന്റെ വിശ്വാശംസകൾ നേരുന്നതായി ഗവർണർ പറഞ്ഞു. വിശ്വാശംസകൾ നേർന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഐശ്വര്യസമൃദ്ധമായ വിഷു ആശംസകൾ നേരുന്നു എന്ന് അദ്ദേഹം ആശംസിച്ചു. ലോകത്തെങ്ങുമുള്ള മലയാളികൾക്ക് വിഷു ആശംസകൾ നേർന്ന് സ്പീക്കർ എൻ ഷംസീർ. ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമൊപ്പം ചേർത്ത് നിർത്തലിന്റെ കൂടി ആഘോഷമാണ് വിഷു എന്നും സ്പീക്കർ പറഞ്ഞു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് ടൗൺഷിപ്പ് ഒരുക്കുന്ന എൽസ്റ്റൺ എസ്റ്റേറ്റിൽ തൊഴിലാളികളുടെ പ്രതിഷേധം ഇന്നും തുടരും. വർഷങ്ങളായി നിഷേധിക്കപ്പെട്ട ശമ്പളവും ആനുകൂല്യവും അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള അനിശ്ചിതകാല സമരം നടത്തുന്നത്. ടൗൺഷിപ്പ് നടപ്പിലാക്കുന്നതോടെ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് സർക്കാർ സംരക്ഷണം നൽകുക, ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക, കുടിയിറക്കപ്പെടുന്ന തൊഴിലാളികൾക്ക് അഭയമൊരുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം. കൊല്ലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ മുൻ ഗവർണർ ലീഡർ പി.ജി. മനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. കൊല്ലം പാരപ്പള്ളി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം. ആത്മഹത്യയാണെന്നാണ് പ്രാഥമിക നിഗമനം. മനുവിന്റെ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മൊഴിയെടുക്കും. ഇന്നലെയാണ് കൊല്ലത്തെ വാടക വീട്ടിൽ മനുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നിയമസഹായം തേടിയെത്തിയ അതിജീവതയെ പീഡിപ്പിച്ച കേസിൽ പ്രതിയാണ്. പി.വി. അൻവറിനെ ഒപ്പം നിർത്തിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ആയിരിക്കും നിലമ്പൂരിൽ നടത്തുക എന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. അൻവർ യു.ഡി.എഫിന് പരസ്യമായി തന്നെ പിന്തുണ പ്രഖ്യാപിച്ചതാണ്. അൻവറിന്റെ യു.ഡി.എഫ് പ്രവേശനം സംബന്ധിച്ച ചർച്ച സമയം ആകുമ്പോൾ നടക്കുമെന്നും ചെന്നിത്തല. സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് സർക്കാരിന് അലർജിയാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ധാർഷ്ട്യം അവസാനിപ്പിച്ച് ആശാ വർക്കർമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ തയ്യാറാകണം. കേരളത്തിന്റെ പൊതുസമൂഹം ആവശ്യപ്പെട്ടിട്ടും ധിക്കാരത്തിന്റെ പാതയിൽ തന്നെയാണ് സർക്കാർ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുംബൈ ഭീകരാക്രമണ കേസിലെ സൂത്രധാരൻ തഹാവൂർ റാണയെ എൻ.ഐ.എ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമായുള്ള റാണയുടെ ബന്ധം പരിശോധിക്കാൻ എൻ.ഐ.എ. ദുബായിൽ എത്തിയ റാണ കണ്ട വ്യക്തിക്ക് ഡി കമ്പനിയുമായി ബന്ധമുള്ളതായി സംശയം. ഇന്ത്യയിൽ റാണ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയ ആളുകളെ എൻ.ഐ.എ നിരീക്ഷിച്ചു വരികയാണ്. അതേസമയം ഭീകരവാദവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് റാണ സഹകരിക്കുന്നില്ല. ഗുജറാത്ത് തീരത്ത് വൻ ലഹരിവേട്ട. കോസ്റ്റ് ഗാർഡിന്റെ പരിശോധനയിൽ 300 കിലോ മെത്തഫിറ്റമിൻ പിടികൂടി. 1800 കോടി രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് പിടികൂടിയത്. ഡൽഹിയിൽ മനുഷ്യക്കടത്ത് സംഘം പിടിയിൽ. ഒരു സ്ത്രീ ഉൾപ്പെടെ 3 പേരെ ഡൽഹി പോലീസ് പിടികൂടി. 4 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയെയും പ്രതികളിൽ നിന്നും പോലീസ് കണ്ടെത്തി. അഞ്ജലി, യാഷ്മിൻ, ജിതേന്ദർ എന്നിവരാണ് പിടിയിലായ പ്രതികൾ. ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ തട്ടിയെടുക്കുന്ന സംഘമാണ് അറസ്റ്റിലായത്. കുട്ടികളെ സമ്പന്ന കുടുംബങ്ങൾക്ക് വിൽക്കുകയാണ് പതിവെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതികൾ മൊഴി നൽകി. പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളിയായ വജ്രവ്യാപാരി മെഹുൽ ചോക്സിയെ ബെൽജിയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തതായി റിപ്പോർട്ട്. 13,500 കോടി രൂപയുടെ തട്ടിപ്പാണ് മെഹുൽ ചോക്സി നടത്തിയത്. ഗാസയിലെ ഏക ആശുപത്രി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി തകർത്തു. ജെറുസലേം ക്രൈസ്തവ രൂപത നടത്തുന്ന അൽ ഹലി ബാറ്റിസ്റ്റ് ആശുപത്രിക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 2 നില കെട്ടിടത്തിലെ ICU, സർജറി, ഫാർമസി, ലബോറട്ടറിയും അടക്കമുള്ള സകല സൗകര്യങ്ങളും തകർന്നു.
സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാന. തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു. അടിച്ചിൽത്തൊട്ടി ആദിവാസി ഉന്നതിയിലെ സെബാസ്റ്റ്യനാണ് കൊല്ലപ്പെട്ടത്. തേൻ ശേഖരിച്ച് മടങ്ങി വരുന്നതിനിടെ വനാതിർത്തിയിൽ വെച്ചായിരുന്നു സെബാസ്റ്റ്യനെ കാട്ടാന ആക്രമിച്ചത്. കാസർകോട് പീലിക്കോട് ശ്രീ രായരമംഗലം ക്ഷേത്രത്തിൽ വിലക്ക് ലംഘിച്ച് അകത്ത് കടന്ന് ഭക്തർ. നാലമ്പലത്തിൽ നമ്പൂതിരി വാര്യർമാർ സമുദായത്തിലുള്ളവർക്ക് മാത്രമായിരുന്നു പ്രവേശനമുണ്ടായിരുന്നത്. പീലിക്കോട് നിലവ് പുരുഷ സ്വയം സഹായ സംഘമാണ് വിലക്ക് ലംഘിച്ച് നാലമ്പല ദർശനം സാധ്യമാക്കിയത്. KTDCയിൽ അസിസ്റ്റന്റ് മാനേജറായി ജോലി വാഗ്ദാനം ചെയ്ത് 19 ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിൽ മുസ്ലിം ലീഗ് നേതാവിനെതിരെ കേസ്. മുസ്ലിം ലീഗ് തൃശൂർ കയ്പമംഗലം മണ്ഡലം ജനറൽ സെക്രട്ടറി KM ഷാനിറിനെതിരെയാണ് മതിലകം പോലീസ് കേസെടുത്തത്. മതിലകം പനങ്ങാട് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിമിന്റെ പരാതിയിലാണ് കേസ്. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മകനെ ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞായിരുന്നു പണം തട്ടിയത്. കഴിഞ്ഞ വർഷം ജൂൺ മുതൽ ഈ വർഷം മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ പല ദിവസങ്ങളിലായി പണമായി 14 ലക്ഷവും പരാതിക്കാരന്റെ ഭാര്യയുടെ അക്കൗണ്ടിൽ നിന്നും ചെക്ക് മുഖേന 5 ലക്ഷവുമാണ് പ്രതി കൈപ്പറ്റിയത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിയായ യുവ പാസ്റ്ററെ ഇടുക്കി മൂന്നാറിൽ നിന്നും കോയമ്പത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 37-കാരനായ ജോൺ ജബരാജിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2024 മെയ്യിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബംഗളൂരുവിലുണ്ടായ വാഹനാപകടത്തിൽ മലയാളിക്ക് ദാരുണാന്ത്യം. കോഴിക്കോട് സ്വദേശി ശിവലയാണ് മരിച്ചത്. എഞ്ചിനീയറിംഗ് 2ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കർണാടകയിൽ 5 വയസ്സുകാരിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ബീഹാർ സ്വദേശി ഹൃദേശ് കുമാറാണ് കൊല്ലപ്പെട്ടത്. പ്രതി പോലീസിനെ ആക്രമിച്ചതിനെ തുടർന്ന് വെടിയുതിർക്കുകയാണെന്ന് പോലീസ്. UP അലിഗഡിൽ 3 വയസ്സുകാരൻ പേവിഷബാധയേറ്റ് മരിച്ചു. നഗ്ല നാദ്ലു സ്വദേശി അൻഷുവാണ് മരിച്ചത്. കടിയേറ്റ് 45 ദിവസത്തിനു ശേഷമാണ് മരണം. കുട്ടിയെ കടിച്ച നായ മറ്റ് 10 കുട്ടികളെ കൂടിയും ആക്രമിച്ചിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘം ഗ്രാമത്തിലെത്തി അന്വേഷണം ആരംഭിച്ചു. ഉത്തർപ്രദേശിലെ ഇറ്റാവയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ വസ്തു ഇടപാടുകാരനും ബിസിനസ് പങ്കാളിയും അറസ്റ്റിൽ. ശിവേന്ദ്ര യാദവ്, സഹായ് ഗൗരവ് എന്നിവരാണ് പിടിയിലായത്. 5 ദിവസമായി കാണാതായ അഞ്ജലിയുടെ മൃതദേഹം ശനിയാഴ്ച നദിക്ക് സമീപം വികൃതമായ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൊല്ലം ചാത്തിനാംകുളത്ത് കായലിൽ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. സീന മൻസിൽ നിഹാറിന്റെ മകൻ അമീറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബൈപ്പാസിൽ മങ്ങാട് പാലത്തിന് സമീപത്ത് നിന്നും യുവാവിന്റെ ബൈക്ക് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും സ്കൂബ ടീമും നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഞ്ചാലമൂട് പോലീസ് കേസെടുത്തു. തൃശൂർ തൃക്കൂരിൽ മണലിപ്പുഴയിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കൂർ കോനിക്കര സ്വദേശി ജോർജാണ് മരിച്ചത്. തൃക്കൂർ പാലത്തിന് താഴെയുള്ള കടവിലാണ് മൃതദേഹം കണ്ടെത്തിയത്. രാവിലെ മീൻ പിടിക്കാൻ എത്തിയവരാണ് മൃതദേഹം കണ്ടത്. പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പുതുക്കാട് പോലീസും നാട്ടുകാരും ചേർന്നാണ് മൃതദേഹം പുറത്തെടുത്തത്. ഓർമ്മക്കുറവുള്ള ജോർജ് പുഴയിൽ വീണതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. തൃശൂരിൽ വയോധികനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. ചൊവ്വൂർ സ്വദേശി സാജനാണ് അറസ്റ്റിലായത്. ബസ് സ്റ്റോപ്പിലിരുന്ന് സാജൻ പുകവലിച്ചത് ചൊവ്വൂർ സ്വദേശി ഭാസ്കരൻ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതക ശ്രമം. തൃശൂരിൽ മദ്യലഹരിയിൽ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ. കുറ്റിച്ചിറ പള്ളം സ്വദേശി റെന്റിലിനെ വെള്ളിക്കുളങ്ങര പോലീസാണ് അറസ്റ്റ് ചെയ്തത്. മാതാപിതാക്കളായ മോഹനൻ, തങ്കമണി എന്നിവരെയാണ് പ്രതി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ചിക്കൻ കറിക്ക് ചൂട് കുറവെന്ന പേരിൽ ഹോട്ടൽ ഉടമയ്ക്ക് മർദ്ദനം. തിരുവനന്തപുരം അമരവിളയിലാണ് സംഭവം. അമരവിളയിലെ പുഴയോരം ഹോട്ടൽ ഉടമയായ ദിലീപിനാണ് 7-അംഗ സംഘത്തിന്റെ മർദ്ദനമേറ്റത്. ചിക്കൻ കറിക്ക് ചൂട് കുറഞ്ഞതിന് ഹോട്ടലിനുള്ളിൽ ഇരുന്ന സോഡാ കുപ്പിയെടുത്ത് തലയിൽ അടിക്കുകയായിരുന്നു. ഹോട്ടലിലെ വനിതാ ജീവനക്കാരിയോടും പരാക്രമണം കാണിച്ചെന്നും പരാതിയുണ്ട്.
കൊല്ലം കുണ്ടറയിൽ ലഹരിക്കെതിരെ ജനജാഗ്രതാ യാത്ര നടത്തി. PC വിഷ്ണുനാഥ് MLA നയിച്ച യാത്ര NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ യുവത്വത്തെ വിഴുങ്ങുന്ന രാസലഹരിക്കെതിരെ ഒരുമിച്ചുള്ള പോരാട്ടം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പറഞ്ഞു. മലപ്പുറം വളാഞ്ചേരിയിൽ ചാർജ് ചെയ്യാൻ വെച്ചിരുന്ന സ്കൂട്ടർ കത്തി നശിച്ചു. ഇരുമ്പിളിയം സ്വദേശി സൈഫുദ്ദീന്റെ കോമാക്കി DN 95 എന്ന മോഡൽ വാഹനമാണ് ചാർജിങ്ങിനിടെ കത്തി നശിച്ചത്. വീടിന് സാരമായി കേടുപാടുകൾ സംഭവിച്ചു. വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സമയോചിത ഇടപെടൽ മൂലം വൻ അഗ്നിബാധ ഒഴിവായി. തിരുവനന്തപുരം പൂവച്ചൽ കൊണ്ണിയൂരിൽ വീടിന് തീപിടിച്ചു. കൊണ്ണിയൂർ കുരിശടിക്ക് സമീപം തസ്കീറിന്റെ വീടിനാണ് തീപിടിച്ചത്. അഗ്നിശമന സേനയും നാട്ടുകാരും ചേർന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ആളപായമില്ല. ഷോർട്ട് സർക്യൂട്ടാകാം തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. ഇടുക്കി ബോഡിമെട്ടിൽ കാർ 60 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് പരിക്കേറ്റു. കർണാടക സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തേനി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ വാഹനം കത്തി നശിച്ചു. തിരുവനന്തപുരം ബാലരാമപുരത്ത് ബൈക്കും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ബാലരാമം സ്വദേശി കുമാറാണ് മരിച്ചത്. ബാലരാമപുരം റിലയൻസ് പെട്രോൾ പമ്പിന് സമീപത്തായിരുന്നു അപകടം. കുമാറിന്റെ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്തു. കണ്ണൂരിൽ ട്രെയിൻ നേരെ കല്ലെറിഞ്ഞയാൾ അറസ്റ്റിൽ. ഏഴോം കൊട്ടില സ്വദേശി M രൂപേഷിനെയാണ് RPF അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി 10 മണിയോടെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസിന് നേരെ രൂപേഷ് 3 തവണ കല്ലെറിയുകയായിരുന്നു. യാത്രക്കാരെ ഇറക്കിയ ശേഷം യാർഡിലേക്ക് മാറ്റുന്നതിനിടെയായിരുന്നു കല്ലേറ്. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ ജീവനക്കാരി പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. RPF ഇൻസ്പെക്ടർ J വർഗീസ്, ഉദ്യോഗസ്ഥരായ മനോജ് കുമാർ, ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ട്രാക്കിൽ കയറി അടികൂടിയ 2 പേർക്കെതിരെ കൂടി RPF കേസെടുത്തു. ഇടുക്കിയിൽ വിദ്യാർത്ഥി ഉപദ്രവിക്കാൻ ശ്രമിച്ച വ്യാപാരി പിടിയിൽ. ഇടുക്കി രാജകുമാരിയിലെ വ്യാപാരിയായ KG പൗലോസിനെ ഉടുമ്പൻചോല പോലീസാണ് അറസ്റ്റ് ചെയ്തത്. 3ാം ക്ലാസ്സുകാരനെയാണ് പ്രതി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കൊല്ലം നെടുമ്പനയിൽ 5-അംഗ കുടുംബത്തിനെ ആക്രമിച്ച കേസിൽ 6 പ്രതികൾ പോലീസിൽ കീഴടങ്ങി. നെടുമ്പന സ്വദേശികളായ മനീഷ് മാമച്ചൻ, സഹോദരൻ മജേഷ്, അക്ഷയ്, ആദർശ്, ഹരിലാൽ എന്നിവരുടെ അറസ്റ്റ് കണലൂർ പോലീസ് രേഖപ്പെടുത്തി. ഏപ്രിൽ 7-ന് പ്രതികൾ ആളുമാറി 5-അംഗ കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. മലപ്പുറം അഴിഞ്ഞിലത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയും ചെയ്ത 3 സംഘം പിടിയിൽ. കാരാട് സ്വദേശി അർഷാദ്, വിജേഷ്, പരുത്തിപ്പാറ സ്വദേശി ഷമീർ എന്നിവരാണ് വാഴക്കാട് പോലീസിന്റെ പിടിയിലായത്. സ്വകാര്യ സ്ഥാപനത്തിലെത്തി 3 സംഘം ജീവനക്കാരെ ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തി പണം അപഹരിക്കുകയുമായിരുന്നു. കൊല്ലം തേവന്നൂരിൽ വയോധികയെ ആക്രമിച്ച് മാല കവർന്ന് കൊലപ്പെടുത്തിയ പ്രതിക്ക് 6 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. കഠിനംകുളം സ്വദേശി ജ്യോതിഷി, മിന്നലറൂർ സ്വദേശി അജീഷ് എന്നിവരെയാണ് കൊട്ടാരക്കര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. നടന്നു പോകുകയായിരുന്ന വയോധികയുടെ കഴുത്തിൽ കിടന്ന 2.5 പവൻ തൂക്കം വരുന്ന മാല പൊട്ടിക്കാൻ ശ്രമിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ വയോധിക പിന്നീട് മരിക്കുകയായിരുന്നു. ഇടുക്കി അടിമാലി കോട്ടപ്പാറയിൽ വെച്ച് DYFI പ്രവർത്തകരെ ആക്രമിച്ച സംഭവത്തിൽ ഒരാൾ അടിമാലി പോലീസിന്റെ പിടിയിൽ. മൂലമറ്റം അറക്കുളം സ്വദേശി ജിബിൻ ബിജുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു പ്രതികൾ ഒളിവിലാണ്. 2 DYFI പ്രവർത്തകർക്കായിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടപ്പാറയിൽ വെച്ച് മർദ്ദനമേറ്റത്. തൃശൂർ കയ്പമംഗലം സ്വദേശി ഷൈനിക്ക് വീട് നിർമ്മിച്ച് നൽകി ചന്ദ്രാപിന്നി ചിറക്കൽ മഹൽ മജിസ്നൂർ കോർഡിനേഷൻ കമ്മിറ്റി. 600 ചതുരശ്ര അടിയിൽ 10 ലക്ഷത്തോളം രൂപ ചിലവിട്ടാണ് വീട് നിർമ്മിച്ചത്. AISF ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. പ്രതിനിധി സമ്മേളനം AISF സംസ്ഥാന പ്രസിഡന്റ് RS രാഹുൽ രാജ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിഭാ സംഗമത്തിന്റെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി M സലീം കുമാർ നിർവഹിച്ചു.
മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ മിഷൻ സോളാർ ഫെൻസിംഗ് കൂടുതൽ ഫലപ്രദമാക്കാൻ വനവകുപ്പ്. പ്രവർത്തനക്ഷമമല്ലാതിരുന്നതും ഭാഗികമായി പ്രവർത്തിച്ചു വരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാർ പരിഹരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് മാങ്കുളത്ത് നടത്തിവരുന്നത്. ഫെൻസിംഗ് കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ ആനയിറങ്ങുന്നത് ഒരു പരിധിവരെ കുറയ്ക്കാമെന്നാണ് വനം വകുപ്പ് പറയുന്നത്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് കടപ്പുറത്ത് വിദ്യാർത്ഥിനി പ്രതിഷേധം. ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ റാലിയും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. നാഷണൽ ഫെഡറേഷൻ ഓഫ് ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ വൈസ് പ്രസിഡന്റ് അഫീഫ തഹ്നിയത്ത് ഉദ്ഘാടനം ചെയ്തു. വിവാദ വഖഫ് ബില്ലിനെതിരെ തൃണമൂൽ കോൺഗ്രസ് ഏറനാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ കോർഡിനേറ്റർ കെട്ടി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ തിരുവനന്തപുരം ജില്ലാ വാർഷികം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. 10-15 ദിവസത്തെ തീർത്ഥാടന ടൂറിസത്തിന് പോകുന്ന പലരും മടങ്ങിയെത്തുന്നത് പുതിയ മനസ്സുമായാണെന്നും ഇത് സമൂഹത്തിൽ വരുത്തുന്ന പ്രത്യാഘാതം ഗുരുതരമാണെന്നും മന്ത്രി പറഞ്ഞു. ശാസ്ത്രബോധവും ചരിത്രബോധവും വളർത്തി ഇന്നത്തേതിൽ നിന്നും മെച്ചപ്പെട്ട ലോകം സൃഷ്ടിക്കേണ്ടതിനു പകരം സമൂഹത്തെ പിന്നോട്ട് നടത്തുകയാണ് ഇക്കൂട്ടരെന്നും മന്ത്രി ആരോപിച്ചു. ഇതിനെതിരായി ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ മാറ്റി തീർക്കാൻ പരിഷത്തിന് കഴിയുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കത്തോലിക്ക കോൺഗ്രസ് പഴുവിൽ ഫെറോന സമിതിയുടെ നേതൃത്വത്തിൽ മയക്കുമരുന്നിനെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. മയക്കുമരുന്ന് മരുന്നല്ല, മരണമാണ്, മയക്കം വിട്ടുണരാം നാടിനായി എന്ന സന്ദേശം ഉന്നയിച്ച് തൃപ്രയാർ സെന്റ് ജൂഡ് പള്ളിയുടെ മുന്നിലാണ് സമരം സംഘടിപ്പിച്ചത്. ഫെറോന വികാരി റവറന്റ് ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി സേനാപതി പഞ്ചായത്തിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തിയ പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെയും ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മച്ചാടിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വനിതകൾക്ക് സൗജന്യ യോഗ പരിശീലനം നടത്തിയതിന്റെ സമാപന സമ്മേളനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വാടാനപ്പള്ളി കടൽ തീരത്ത് പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ച ഫിഷറീസ് വകുപ്പ്. മുരളി പെരുന്നല്ലി MLA ഉദ്ഘാടനം ചെയ്തു. സമുദ്രവും തീരവും പ്ലാസ്റ്റിക് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ യജ്ഞം സംഘടിപ്പിച്ചത്. തൃശൂർ BJP മണലൂർ മണ്ഡലം സജീവാംഗങ്ങളുടെ കൺവെൻഷൻ നടത്തി. യോഗത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് വിജയവും സംഘടനയുടെ വളർച്ചയും എന്ന വിഷയത്തെക്കുറിച്ച് മേഖലാ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത് സംസാരിച്ചു. ആലപ്പുഴ പുലിയൂർ ഗ്രാമപഞ്ചായത്തിലെ പേരിശ്ശേരി പള്ളി റോഡ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ചു. 6 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച റോഡ് പുലിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MG ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ഇരവികുളം ദേശീയോദ്യാനത്തിലെ അനധികൃത നിയമനങ്ങളും അഴിമതിയും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മൂന്നാർ ബ്ലോക്ക് കമ്മിറ്റി മാസം 19-ന് ഇരവികുളം ദേശീയോദ്യാനം ഉപരോധിക്കും. കോടികൾ വരുമാനമുള്ള ഇരവികുളം ദേശീയോദ്യാനത്തിൽ വികസന പ്രവർത്തനങ്ങൾ എന്ന പേരിൽ ക്രമക്കേട് നടത്തുന്നുവെന്നാണ് ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് സമരപ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തൃശൂർ വരവൂർ കോഴി മാലിന്യ പ്ലാന്റിന്റെ നിയമവിരുദ്ധമായ പ്രവർത്തനത്തിനെതിരെ CPIM വരവൂർ തളി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും നടത്തി. പൊതുയോഗം CPIM വള്ളത്തോൾ നഗർ ഏരിയ കമ്മിറ്റി അംഗം KK ബാബു ഉദ്ഘാടനം ചെയ്തു. തളി ലോക്കൽ സെക്രട്ടറി P ശങ്കരൻകുട്ടി അധ്യക്ഷനായി. ഗുരുവായൂർ ദേവസ്വത്തിൽ വിവിധ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളിൽ തുടർന്നു പോരുന്ന സംവരണം അതേപടി നിലനിർത്തണമെന്ന് PKS ജില്ലാ കമ്മിറ്റി നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. കൃത്യമായ സംവരണം പാലിക്കപ്പെടുന്നില്ല എന്നുള്ള കുപ്രചാരണ ബോർഡുകൾ ജനങ്ങളിൽ ആശങ്ക പടർത്തിയ സാഹചര്യത്തിലാണ് സംവരണം അട്ടിമറിക്കപ്പെടില്ല എന്ന ജാഗ്രത ഉണ്ടാകണമെന്ന ആവശ്യം PKS ഉയർത്തിയത്. വയനാട് കൽപ്പറ്റയിൽ ഡോക്ടർ BR അംബേദ്കറുടെ ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി ലോക വിജ്ഞാന ദിനം ആഘോഷിച്ചു.
KPCC മുൻ ജനറൽ സെക്രട്ടറി KK എബ്രഹാം ഉദ്ഘാടനം ചെയ്തു. ഭരണഘടന നൽകിയ പരിരക്ഷ സംരക്ഷിക്കേണ്ടത് എല്ലാ പൗരന്മാരുടെയും കടമയാണെന്നും സാമൂഹ്യ സ്വാതന്ത്ര്യത്തിനും പൗരാവകാശത്തിനും വേണ്ടിയുള്ള പോരാട്ടം തുടരണമെന്നും KK എബ്രഹാം പറഞ്ഞു. കൊല്ലം ജില്ലയിലെ 6 ദിവസം നീണ്ടുനിന്ന ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പ് സംഘടിപ്പിച്ചു. സമാപന ചടങ്ങ് സിനിമാ താരം അനുശ്രീ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ബ്ലാക്ക് ബെൽറ്റ് നേടിയ കുട്ടികളെ സർട്ടിഫിക്കറ്റ് നൽകി അനുമോദിച്ചു. ആലപ്പുഴ പെണ്ണുംകരയിൽ നാട്ടുചന്തയ്ക്ക് തുടക്കമായി. പെണ്ണുക്കര കാർഷിക സമിതിയുടെ നേതൃത്വത്തിലാണ് വിഷരഹിത ചന്ത. മാവേലിക്കര MLA MS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം വർക്കലയിൽ വടശ്ശേരിക്കോണം ഹിദായത്തുൽ ഇസ്ലാം മദ്രസയിൽ പഠന വർഷാരംഭത്തിന് തുടക്കമായി. നേരറിവ് നല്ല നാളേക്ക് എന്ന സന്ദേശവുമായാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത്. ജുമാ മസ്ജിദ് ചീഫ് ഇമാം നൌഫൽ ബാഖവി പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊല്ലം വാളകം ഇടയം റോഡിന്റെയും വാളകം മുള്ളിയിൽ പനവേലി റോഡിന്റെയും നിർമ്മാണം പൂർത്തിയായി. ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക വിനിയോഗിച്ച് വാളകം ജംഗ്ഷനിലെയും മേഴ്സി ആശുപത്രി ജംഗ്ഷനിലെയും നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെയും EMS ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ChatGPTയുടെ മെമ്മറി ഫീച്ചറിൽ പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന് OpenAI. പുതിയ മാറ്റത്തിനനുസരിച്ച് ഉപയോക്താക്കൾക്ക് പറഞ്ഞതെല്ലാം ChatGPTക്ക് ഒത്തുവെക്കാൻ കഴിയും. സംരക്ഷിച്ച ഓർമ്മകൾ പുറമെ കൂടുതൽ പ്രസക്തവും ഉപയോഗപ്രദവുമാണെന്ന് തോന്നുന്ന പ്രതികരണങ്ങൾ നൽകുന്നതിന് ChatGPTക്ക് മുൻകാല ചാറ്റുകളുടെ സഹായം തേടാൻ കഴിയും. നൂറുകണക്കിന് തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഗൂഗിൾ. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ, പിക്സൽ ഫോണുകൾ, ക്രോം ബ്രൗസർ എന്നീ യൂണിറ്റുകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരെയാണ് പിരിച്ചുവിട്ടത്. ജനുവരിയിൽ ഈ യൂണിറ്റിലെ ജോലിക്കാർക്ക് വോളണ്ടറി എക്സിറ്റ് ഓഫർ നൽകിയതിനു ശേഷമാണ് ലേ ഓഫ് നൽകിയത്. മ്യൂസിക് അസിസ്റ്റന്റ് എന്ന പുതിയ AI ഫീച്ചറുമായി യൂട്യൂബ്. വീഡിയോകൾക്ക് വേണ്ടി ഇഷ്ടാനുസരണം പശ്ചാത്തല സംഗീതം നിർമ്മിക്കാൻ സഹായിക്കുന്ന AI മ്യൂസിക് ജനറേറ്റർ ഫീച്ചറാണ് യൂട്യൂബ് അവതരിപ്പിച്ചത്. യൂട്യൂബ് സ്റ്റുഡിയോയിലെ ക്രിയേറ്റർ മ്യൂസിക് ടാബിലാണ് ഈ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേ തൽക്കാൽ ടിക്കറ്റ് സംവിധാനം പരിഷ്കരണവുമായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ പ്രതികരണവുമായി IRCTC രംഗത്തെത്തി. പരിഷ്കരണം ആസൂത്രണം ചെയ്തിട്ടില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ IRCTC വിശദീകരണം നൽകി. ഏപ്രിൽ 15 മുതൽ തൽക്കാൽ ടിക്കറ്റ് സംവിധാനം പരിഷ്കരിക്കപ്പെടും എന്നായിരുന്നു പ്രചരിക്കപ്പെടുന്ന റിപ്പോർട്ടുകൾ. അതിവേഗ വാർത്ത അവസാനിച്ചു. നമസ്കാരം.